അവസരമുണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ ഒന്നുകൂടെ ഞങ്ങൾക്ക് വരാൻ അവസരം കർത്താവ് തന്നല്ലോ. അതിന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദാസനോടും ദൈവസഭയോടും ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നു. ഈ പ്രാവശ്യവും ഈ പ്രാർത്ഥനയുടെ അവസാന സെഷൻ നിശ്ചയമായും ആരാധനയുടെ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു അവസരം ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയതിൽ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് കമ്മിറ്റിക്കാരോടൊക്കെ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ഈ പരിസമാപ്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിങ്ങളോട് പറയാൻ തന്ന ഒരു ദൂതിന് അടിസ്ഥാനമായിട്ട് ഒരു വചനം ആരംഭത്തിൽ നമുക്ക് വായിക്കാം. എനിക്കൊന്ന് 3 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ ഘട്ടത്തിൽ വായന ഒഴിവാക്കാൻ പറ്റും. എഫേസ്യർ 6:18 വാക്യം ഒരാൾ ദയവായിട്ട് വായിക്കണം. എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പേൻ. ഞാൻ ആ വാക്യം എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. എനിക്ക് വേണ്ടത് ഇന്ന് രാവിലെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 14:15 വായിച്ച, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. ആ പ്രയോഗം എല്ലാവരും ശ്രദ്ധിക്കണേ, മനസ്സിൽ വെക്കണം. ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഒരു വചനം കൂടെ വായിക്കാം. യൂദാ 20 വാക്യം. യൂദാ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന 3ാമത്തെ പ്രയോഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എനിക്കിത് സംസാരിക്കേണ്ട 3 പോയിന്റുകൾ ആരംഭത്തിൽ പറയാം. എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലോ. 1, ആത്മാവിൽ പ്രാർത്ഥിക്കുക. 2, ആത്മാവിൽ നടക്കുക. 3, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. കരമുട്ടി എല്ലാവരും ശക്തമായ കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. ഞാനൊരു ഏറ്റുപറച്ചിൽ ആരംഭത്തിൽ നടത്തുക. എന്നെ പോലെ കുറെ കക്ഷികളെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ മഹാവിമ്മിഷ്ടമുള്ള ആളായിരുന്നു. ഒത്തിരി സുവിശേഷ ഫലം 977 ആരംഭിച്ചിട്ടും വേണ്ട പോലെ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. പ്രിയരെ, താഴ്മയോട് ഏറ്റു പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രാർത്ഥനയും അങ്ങ് തീർന്നു പോകുമായിരുന്നു. എല്ലാ വിഷയവും വരും. പിന്നെ ലോകത്തെമ്പാടുമുള്ള സകല വിശന്മാർക്ക് വേണ്ടി ഒരു വാചകത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ വിഷയദാരിദ്ര്യം ഒത്തിരി അനുഭവിച്ച ഒരു വേലക്കാരനായി എനിക്ക് നിർത്താൻ മേലാത്ത പോലെ വിഷയങ്ങൾ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ദൈവസഭയോട് ശക്തമായി ദൂത് അവസാന പ്രാർത്ഥനയുടെ ലാസ്റ്റ് സെഷനിൽ പറയുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒരു നിയോഗം ഏറ്റെടുക്കണം. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ശരീരം കൊണ്ട് പ്രാർത്ഥിക്കാം. ശരീരം വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മുടെ സ്വന്തം ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഞാൻ പറയട്ടെ, ഭൗതികമായി സഭായോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ആവശ്യവുമാണ്. നല്ല മലയാള ഭാഷ, ഗ്രാമർ തെറ്റൊന്നുമില്ലാത്തത്, സുന്ദരമായി പിക്ക് ചെയ്ത സംസ്കൃത സ്വാധീനമുള്ള പദങ്ങൾ, മണിപ്രവാളം ഒക്കെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. കൺവെൻഷൻ പ്രാർത്ഥിക്കുമ്പോൾ, സഭായോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാരെ കൊണ്ടൊന്നും പ്രാർത്ഥിപ്പിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർമാർ ഒത്തിരി പിക്കിയായിരിക്കും. കാരണം പബ്ലിക് പ്രെയർ ആണ്, മൈക്കിൽ കൂടെയുള്ള പ്രാർത്ഥനയാണ്, സ്വല്പ ഭംഗിയൊക്കെ വരണം. പ്രാർത്ഥിക്കാൻ കരുത്തുള്ള, വാചക ഘടനയുള്ള, ഭാഷാശുദ്ധിയുള്ള, പദവിന്യാസമുള്ള എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പക്ഷെ പ്രിയരെ, ഭൗതികമായി ഈ മണ്ഡലം കൊണ്ട്, ഭാഷാ ചാതുര്യം കൊണ്ട്, തഴക്കവും പഴക്കവും കൊണ്ട്, ആണ്ടുകളിലെ പെന്തക്കോസ്ത് സർവീസ് കൊണ്ട് ഒരു പ്രാർത്ഥന ആവിഷ്കരിക്കാനല്ല ഈ തലമുറയിൽ കർത്താവ് നമ്മോട് പറയുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനാണ്, അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാനാണ്, ജാഗരിച്ചു പ്രാർത്ഥിക്കാനാണ്. അത് ഈ തലമുറയിൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആത്മാവിൽ ശക്തമായി വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ്ദാസൻ ഇന്ന് നമ്മോട് പറഞ്ഞ ദൂത്, വേറെ ദൂത് കേട്ട് കാണും നിങ്ങൾ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ
വലിയ സന്തോഷമായത് ഈ സഭയിൽ ചരിത്രപരമായ ഒരു മാറ്റം ദൈവം വരുത്താൻ പോകുകയാണ്. ആമേ. ഒരു മടങ്ങി വരവ് കർത്താവ് തരാൻ പോവുകയാണ്. ഞാൻ സീനിയേഴ്സിനെ ആദരവോടെ സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ മറന്നുപോയ ഒരു പൂർവ്വകാലത്തിലേക്ക് ദൈവസഭയെ മടക്കി വരുത്താൻ കർത്താവിന് കഴിയുമെന്ന് രാവിലെ എല്ലാവരും ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ, ശക്തമായി വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. ഒരു യഥാസ്ഥാപന കർത്താവ് നമുക്ക് വേണ്ടി വരുത്തുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിക്കട്ടെ. അവൻ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ആർക്ക് കാത്തിരിക്കാൻ നിയോഗമുണ്ട്, അവർക്ക് വേണ്ടി ഈ ആലയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥന എന്ന ഭാഗത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഭൗതികമായി ഓർമ്മയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ശരീരത്തിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിന് അപ്പുറത്തേക്ക് മാറി ദൈവദാസൻ പറയുന്നു, ഏത് നേരത്തും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്. ആ വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല. പ്ലീസ് ബെയർ വിത്ത് മീ. ആ വാക്യത്തിലെ വചനം പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. അത് പറയുന്നത് നേരഭേദമില്ലാതെ ശരീരം പരിമിതപ്പെടുമ്പോ, ജയിലിനകത്ത് തള്ളപ്പെടുമ്പോ, വാ മൂടിക്കെട്ടുമ്പോ, ശബ്ദം പുറത്തു വരാതിരിക്കുമ്പോൾ, ശരീരം ക്ഷീണിച്ച് രോഗിയായി കിടക്കയിൽ കിടന്നു പോകുമ്പോ, മുട്ടു മടക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. എന്റെ ബുദ്ധിയിലല്ല, അവൻ എന്റെ ആത്മാവിൽ ഞാൻ ദൈവത്തോട് ജാഗരിക്കാൻ പോകുകയോ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ശബ്ദമുയർത്തി ക്രമീകൃതമായി മുട്ടുമടക്കി നമ്മുടെ പ്രതീക്ഷിക്കുന്ന പോസ്റ്ററിൽ നിന്ന് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോ, എനിക്ക് ക്ഷീണമായി, എഴുന്നേക്കാൻ പോലും മേല, പനി പിടിച്ച് തളർന്ന് കിടക്കുക പ്രിയ സഹോദരി മാതാവേ, പക്ഷെ പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റത്തില്ല. നിന്റെ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുക. ശബ്ദിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോ വിലക്കുകളുണ്ട്, വിമർശനങ്ങളുണ്ട്. വീട്ടിനകത്തു പോലും ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത ബന്ധു നിന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അവരാരും അറിയാതെ, ഒരു ശത്രുവിനും തളയ്ക്കാൻ കഴിയാതെ, ഒരു ദുഷ്ടനും പിടിച്ചു കെട്ടാൻ കഴിയാതെ നിന്റെ ദൈവത്തിന്റെ ആത്മാവുമായി നിന്റെ ആത്മാവിൽ നിരന്തരം പോരാടി ജാഗരിക്കാൻ, നിരന്തരം പോരാടി ജാഗരിക്കാൻ, നിരന്തരം പോരാടി ജാഗരിക്കാൻ ഒരു അഭിഷേകം, ഒരു കാഴ്ചപ്പാട്, ഒരു പുതുക്കം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആമേൻ. എത്രയോ പേര് ഇന്റർവ്യൂ ബോർഡിന് മുമ്പാകെ നിൽക്കുമ്പോ, ഗേറ്റുകൾ കടന്നു പോകുമ്പോ, വഴി തുറക്കാതിരിക്കുമ്പോൾ, അമ്പർ നിൽക്കുമ്പോൾ, അവരെ അധരം കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോ അവരുടെ ആത്മാവും ദൈവാത്മാവുമായി ട്യൂൺ ചെയ്ത് അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച് അത്ഭുതം കണ്ട ഒരുപാട് പേരുണ്ട്. മക്കളെ, ചെറുപ്പക്കാരെ, ആത്മാവിൽ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിറ്റിയിൽ, കോളേജിൽ, ക്യാമ്പസിൽ, വീട്ടിനകത്ത്, ബസ് യാത്രയിൽ, വണ്ടി ഓടിക്കുമ്പോ ശരീരം കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ദൈവം നൽകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വെളിപ്പാട് ദൈവം നൽകട്ടെ. ബോംബെയിൽ ഒരു സായിപ്പ് വന്ന മീറ്റിംഗിൽ ഞാൻ 2 ദിവസത്തെ പ്രസംഗത്തിന് പോയതാണ്. വൈകിട്ട് ട്രെയിനുള്ള. അപ്പൊ എന്നോടൊരു അച്ചായൻ പറഞ്ഞു, സാറേ ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഒരു മിഷണറിയുടെ ഒരു ക്ലാസ് ഉണ്ട്, പോവാം. ഞാൻ പറഞ്ഞു ഓൾറൈറ്റ്. അതുവഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ചെന്ന് ഞാൻ സംബന്ധിച്ചു. പല അത്യത്ഭുതമായ കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ മനസ്സിലാക്കി. ഇന്ന് പാസ്റ്റർ റേച്ചിൽ ആ വാക്യം വായിച്ചപ്പോൾ, വ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം കേൾക്കുന്നില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ. ഞാനൊരു പഴയ ഉപദേശിയാണെങ്കിലും പല കാര്യങ്ങൾ ഇപ്പോഴാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബോംബെയില് ആ സായിപ്പിന്റെ ക്ലാസ്, സായിപ്പ്, നമ്മളവർക്ക് സായിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സായിപ്പ് വരൂന്നും പറഞ്ഞ് ബോംബെക്കാർ കുറെ പേര് ഫുൾ സ്യൂട്ടിലാണ് വന്നത്. എനിക്ക് ട്രെയിനിൽ കയറാനുള്ള ഒരു വരയനുടുപ്പും പാൻറ്റുമേ ഉള്ളായിരുന്നു. പക്ഷെ അവിടുത്തെ പാസ്റ്റർമാർ പലരും 3 പീസ് സൂട്ട്, പിന്നെ മറ്റേ വെസ്റ്റ് കോട്ട് ഉണ്ടല്ലോ ഇപ്പൊ ഇടുന്നത്, അതെല്ലാം ഇട്ടുകൊണ്ട് ഒത്തിരി പേര് ഇരിക്കുക. സായിപ്പ് വന്നത് ഒരു ടീഷർട്ടും പാലും ഇട്ടുകൊണ്ട്. എനിക്ക് ചിരി വന്നു. ഇവരുടെ എല്ലാം ഈ വെയിലത്ത് വിമ്മിട്ടപ്പെട്ടിരിക്കുക അവര്. സായിപ്പ് ഇന്ത്യയിലെ കാലാവസ്ഥയിലെ ഉള്ളതിൽ ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകും. ഞാൻ അതല്ല പറയാൻ വന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ ദൂതുകള് ഞാൻ വർഷങ്ങൾ കേൾക്കാത്ത മെസ്സേജസ് അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത്. നമ്മൾ വമ്പന്മാരെയും കൊമ്പന്മാരെയും കേൾക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് തെറ്റി. പകരം കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഇന്ന് എന്നോട് സംസാരിക്കണം. അത് ഏത് വഴിക്കായാലും വേണ്ടില്ല.
പാസ്റ്റർ വിൽപ്പന്റെ പ്രസംഗത്തിലായിക്കോട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ പാട്ടിനകത്തായിക്കോട്ടെ, ഒരു അമ്മച്ചിയുടെ സാക്ഷ്യത്തിലൂടെ ആകട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം, ദൈവാത്മാവ് സംസാരിക്കണം, ദൈവാത്മാവ് സംസാരിക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചു വരും അവരോട് ദൈവാത്മാവ് സംസാരിക്കാൻ പോകുക, ദൈവാത്മാവ് സംസാരിക്കാൻ പോകുക, ആത്മാവ് ഇടപെടാൻ പോകുക. ഒരു പഴയ പാട്ട് നിന്റെ അന്തരാത്മാവിൽ ഒരു ശക്തിയായി മാറട്ടെ, ഒരു ദൂതായി മാറട്ടെ, ഒരു ദൈവിക ഇടപാടായി മാറട്ടെ, ഒരു അഭിഷേകമായി മാറട്ടെ. എന്നിട്ട് സായിപ്പ് പറഞ്ഞ കാര്യമാ. ഒരു കാര്യം ഞാൻ പല കാലങ്ങളിൽ എനിക്ക് ആത്മാവിൽ ബലമായി. ഒന്ന്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് മനസ്സിലാവൂല. എനിക്കത് വളരെ തിയോളജിക്കലായി സൗണ്ട് ആയിട്ട് തോന്നി. കാരണം നമ്മൾ അല്ലാതെ പ്രാർത്ഥിക്കുമ്പം പിശാച് അവിടെ നിന്ന് കേൾക്കുക. അന്നേരം അവനതിന് ഭ്രമ വെക്കാൻ ശ്രമിക്കും. നമ്മുടെ പുതിയ തീരുമാനമൊക്കെ എനിക്കൊന്ന് ആണ്ടർതി വരാൻ പോയില്ലയോ. പഴയ പോലെ സാക്ഷ്യമൊന്നും ഇപ്പം ഇല്ലായിരിക്കുമല്ലേ പാസ്റ്റേ? പണ്ട് ഞങ്ങളുടെയൊക്കെ സഭയിൽ ഇവിടെ അങ്ങനെ ആയിരിക്കില്ലേ, എല്ലാവരും എഴുന്നിട്ട് പുതുതായിട്ട് ഒന്നുകൂടെ സമർപ്പിക്കും. അന്നേരം പറയും, ഞാൻ ധാരാളം തീരുമാനം എടുത്താണ് തുടങ്ങിയത്, പക്ഷെ ഒന്നും നടപ്പിലായില്ല. കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നാൽ ഈ പുതിയ വർഷം എന്ന് പറഞ്ഞ് പിന്നെ ഒരു മഹാകള്ളം പറയും. ഇതെത്ര കൊല്ലം ഞാനും കേട്ടതാ, അത്യാവശ്യം ഞാനും പറഞ്ഞതാ. നടക്കുകയില്ല, ഈ ഏർപ്പാട് നടക്കുകയില്ല. അമ്മാതിരി വർത്താനമൊക്കെ പറയാതിരിക്കാൻ തന്നെ പിശാച് അത് കേൾക്കുമ്പോഴേ കാണിച്ചു തരാം അവിടെ എന്നവൻ അന്നേരം തീരുമാനിക്കും. അതുകൊണ്ട് എൻ്റെ വിചാരം ചുമ്മാ ഭയങ്കരമായിട്ടൊന്നും പ്രഖ്യാപനം നടത്തണ്ട. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പിശാചിന് മനസ്സിലാവില്ല. കാരണം അന്യഭാഷ പറയുന്നവൻ ദൈവത്തോട് സംസാരിക്കും. സമ്മതി കരമുറത്തി കർത്താവിന് ശക്തമായി തുതിക്കുക, ശക്തമായി തുതിക്കുക, ശക്തമായി തുതിക്കുക. അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കുന്നു, വൻ കാര്യങ്ങളെ പറയുന്നു, നാവിന്റെ കെട്ടുകൾ പൊട്ടുന്നു, അതര ബന്ധനം തകരുന്നു. പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈ പറഞ്ഞ അന്യഭാഷയിലേക്ക് ഞാൻ വരാം. പക്ഷെ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാൻ നിയോഗം ഇന്ന് രാവിലെ. ഒന്ന്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പരിമിതി എല്ലാം കർത്താവ് കൈകാര്യം ചെയ്യും. നിന്റെ അഫലമായ ബുദ്ധിയുടെ കേടുകൾ കർത്താവ് മാറ്റും. നിനക്ക് ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ലേ, നിനക്കില്ലാതെ പോകുന്ന വാക്കുകളെ ദൈവം ക്രമീകരിക്കും. നീ മറന്നുപോയ വിഷയങ്ങളെ ആത്മാവ് തിരികെ കൊണ്ടുവരും. നിനക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനേക വിഷയങ്ങൾക്കായി ജാഗരിക്കാൻ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരാൻ പോകുക, ഒരു അഭിഷേകം പകരാൻ പോകുക, ഒരു ശക്തി പകരാൻ പോകുക, ഒരു നിറവ് തരാൻ പോകുക, ഒരു കൃപ തരാൻ പോകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞായറാഴ്ച ആരാധന മധ്യേ കേവലം അന്യഭാഷയിൽ കൈയടിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ മാത്രമല്ല ദൈവത്തിന് ആവശ്യം. അത് വേണം. പെന്തക്കോസ്ത് ആലയത്തിനകത്ത് അന്യഭാഷയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തകർത്ത് ദൈവത്തെ എല്ലാവരും ആരാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചുമ തുടങ്ങിയിരിക്കുക. ഞാനൊക്കെ എപ്പോഴാ ഫ്യൂസ് ആകുന്നതെന്ന് അറിയാൻ മേല. ഞാൻ ശക്തമായി പറഞ്ഞു, ചെറുപ്പക്കാരെ, ആത്മനിറവുള്ളവര്, ശരീരത്തിൽ ശക്തി ഉള്ളവര്, തൊണ്ടയ്ക്ക് കുഴപ്പമില്ലാത്തവര്, നാവ് ചലിക്കുന്നവര്, ആധരം തുടിക്കുന്നവര്, അന്യഭാഷ ശക്തമായി 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 അവർ ദൈവത്തെ ആരാധിക്കണം. അവർ ദൈവത്തെ ആരാധിക്കണം. അവർ ദൈവത്തെ ആരാധിക്കണം. അവർ ശക്തമായി ദൈവത്തെ ആരാധിക്കണം. അവർ നിറവിൽ ആരാധിക്കണം. അവർ കൃപയിൽ ആരാധിക്കണം. അവർ അഭിഷേകത്തിൽ ആരാധിക്കണം. അവർ അന്യഭാഷയിൽ ആരാധിക്കണം. എന്നാൽ സഭാമധ്യേ ഈ 2-3 മണിക്കൂർ ആത്മാവിൽ ജ്വലിച്ച് ആരാധിക്കുന്ന നമ്മുടെ സാധാരണ ഇഷ്ടപ്പെട്ട ആധ്യാത്മിക രീതി അവലംബിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മ നിറവ് നിങ്ങളെ നയിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. പരിശുദ്ധാത്മ നിറവ് കേവലം അന്യഭാഷയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആത്മസ്നാനത്തിന്റെ പ്രഥമമായ ഒരടയാളമാണ് അന്യഭാഷ. അല്ലാതെ അന്യഭാഷ കൊണ്ടെല്ലാം ആയില്ല. ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കേവലം അന്യഭാഷയ്ക്കല്ല. ആത്മസ്നാനം പ്രാപിക്കുന്നത് കേവലം ആരാധിക്കാനല്ല. ആത്മസ്നാനത്തിന്റെ 6 ഉദ്ദേശങ്ങളിൽ ഒന്നു മാത്രമാണ് അന്യഭാഷയും ആരാധനയും. ആമേൻ.
ഞാൻ ഈ ഭാഗം മാത്രം പറയുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. രാജ്യങ്ങൾ, ജനസമൂഹങ്ങൾ, നിങ്ങൾക്ക് പേരറിയാൻ മേലാത്ത നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ, നിങ്ങൾ കേൾക്കാത്ത മണ്ഡലങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിക്കുമാർ വെളിപ്പാടുകൾ തന്ന് പരിശുദ്ധാത്മ നിറവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം തന്നെ സഭയെ ഒരുക്കാൻ പോകുക, വ്യക്തികളെ ഒരുക്കാൻ പോകുക. നിർത്താൻ മേലാത്തത് പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, നിർത്താൻ മേലാത്തത് പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ജാഗരിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, പോരാടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ദൈവം തരിക. ആമേൻ. അതുകൊണ്ട് ശരീരശക്തി കൊണ്ടുള്ള പ്രാർത്ഥന അത് വേണം, വേണ്ടെന്ന് ഞാൻ പറയില്ല. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്ന്, അല്ല നമ്മുടെ സാറുമാരൊക്കെ മുന്നോട്ട് വന്ന് സഭായോഗത്തിന് എല്ലാ വിഷയങ്ങളെയും വഹിച്ചൊരു പ്രാർത്ഥന ഇറ്റ് ഇസ് അൺഅവോയ്ഡബിൾ. ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ആമേൻ. ഞാൻ പറയുന്ന ഒരു മണ്ഡല മാറ്റമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പരിമിതിക്ക് അപ്പുറത്തേക്കുള്ള കുതിച്ചു കയറ്റമാണ് എൻ്റെ സംസാരം ഇന്ന് രാവിലെ. നാം ചെയ്തു വരുന്ന കാര്യങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നു, ആ മണ്ഡലത്തിൽ നിന്നാ പോരാ, നമുക്കൊരു വിഹായസ് കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഒരു കടന്നുകയറ്റം ദൈവം തരാൻ പോകുക. ഒരു മണ്ഡല മാറ്റം ബ്രദർ നിനക്ക് ദൈവാത്മാവ് തരാൻ പോകുക. ചെറുപ്പക്കാര ദൈവാത്മാവ് തരാൻ പോകുക. മകളെ ദൈവാത്മാവ് തരാൻ പോകുക. ഈ മണ്ഡലത്തിൽ നിന്ന് കുതിച്ചു കയറാൻ, ഒന്ന് പറന്നുയരാൻ ദൈവസഭയ്ക്ക് ദൈവം അനുവാദം തരാൻ പോകുക. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കർത്താവിന്റെ സഭ, ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു സെഷൻ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കാം. അങ്ങനെ ഓക്കെ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന സുഹൃത്തുക്കള് ഞാനടക്കം ഉള്ളത്, ദൈവം എനിക്ക് കുറെ മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനപ്പാഠം പഠിക്കുന്ന ഒരു അപകടം ഉണ്ടാകുമാറ് 25 കൊല്ലമായിട്ട് ഒരേ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. ഞാൻ പറഞ്ഞിട്ടേ എനിക്കുണ്ടായ കുഴപ്പമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അപ്പൻ്റെ സഭ അസംസകോടിൻ്റെ മലബാറിലെ പഴയ സഭകളിൽ ഞങ്ങൾ കൊച്ചു പിള്ളേര് അമ്മച്ചമാരുടെ അന്യഭാഷ അറിയാതെ പഠിച്ചു പോകുമായിരുന്നു. ദാറ്റ്സ് എ പ്രോബ്ലം. ചെയ്തത് നന്നായില്ല. അതുകൊണ്ട് കർത്താവ് എന്നെ പുല്ലു കൊണ്ടുവന്ന് കറക്കിയിട്ടാണ് എന്നെ അഭിഷേകം ചെയ്തത്. എല്ലാവരും പ്രാപിച്ചു, ഞാൻ കരഞ്ഞ് കർത്താവിൻ്റെ കാല് പിടിച്ച് തകർന്നപ്പോഴാ ദൈവം കരുണയോട് തന്നത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നോക്കൂ, കൊച്ചു പിള്ളേരാണ്, നിരന്തരം ഒരേ അന്യഭാഷ കേൾക്കുന്നു, അറിയാതെ കാതിൽ പതിക്കുന്നു. പക്ഷെ അതെനിക്കൊരു ഗുണം ചെയ്തോ ഞാൻ പിന്നെ പറയാൻ പോവാം. അപ്പൊ ദൈവസഭയോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആളുകള് കുറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി 3 4 വാക്ക് പറഞ്ഞാ പോരാ, പുതുഭാഷകൾക്കായി പ്രാർത്ഥിക്കണം. എല്ലാവരും പുതുഭാഷകൾക്കായി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ നാവിൽ പുതിയ ഭാഷ, ഇതുവരെ പറയാത്തത്, ഇതുവരെ അറിയാത്തത്, ഇതുവരെ സംസാരിക്കാത്ത പുതിയ ഭാഷ കൊണ്ട് എന്റെ നാവിനെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. നിങ്ങളെ പുതിയ ഭാഷ കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ പോകുക. പുതിയ ഭാഷ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുക. നിങ്ങളുടെ നാവ് കൊണ്ട് ആർക്കും മനസ്സിലാകാത്ത പുത്തൻ ഭാഷകൾ ആത്മാവിൽ പറയുവോ, ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ അഭിഷേകം തരാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ബുദ്ധി കൊണ്ട് ആരംഭിച്ചോ, പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ആമേൻ. കർത്താവിന്റെ പാസ്റ്റർ വിൽഫർഡ്, ഞങ്ങൾ ദൈവദാസന്മാര്, ഞങ്ങൾ കേവലം പ്രസംഗിച്ചും കേവലം പാടിയും കേവലം അഡ്മിനിസ്ട്രേഷൻ നടത്തിയും പോയാ പോരാ, ആത്മനിറവിന്റെ മികച്ച വ്യക്താക്കളായിരിക്കണം. സഭയിൽ മറ്റാരേക്കാൾ ആത്മനിറവ് ദൈവദാസന് വേണം. ആമേൻ. ആത്മനിറവ് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ ദൈവസഭ ഞങ്ങൾക്കൊപ്പം ദൈവത്തെ ആരാധിക്കും. പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും ആത്മവ്യാപാരം കൊണ്ട് ഒരു വലിയ കാഴ്ചപ്പാട് വിശാലമാകാൻ പോകുകയാണ്. Glory, 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 glory. Shababa baraga digada digada negada rekala jana rajas. ഞാൻ ഈ പറയാൻ പോകുന്ന സംഗതി ചിലപ്പം മുമ്പ് പറഞ്ഞു കാണുമായിരിക്കും. എങ്കിലും പുതുതായിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി, ഞാൻ ബൈബിൾ കോളേജിന് വേണ്ടി ഞാനിവിടെ ചുമതല ഇരുന്ന സമയത്ത് 2015 അസംസകോടിൻ്റെ വേൾഡ് കോൺഫറൻസ്, നമ്മുടെ ഇവിടെ നടന്നതുപോലെയുള്ള സെന്റനിയൽ സെലിബ്രേഷൻ
അമേരിക്കയിലെ AG ഹെഡ് ക്വാർട്ടേഴ്സ് സ്പ്രിംഗ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഞാൻ പോയത് കുറേ ബ്രോഷർ അടിച്ചോണ്ട് കോളേജിന് വേണ്ടി സായിപ്പന്മാരുടെ കൊടുക്കാം, വല്ലതും മെച്ചപ്പെടുന്നു കരുതിയാ പോയത്. സായിപ്പിനൊരു ഗുണമുള്ളത് കാശ് തരത്തില്ല, താങ്ക് യു ബ്രദർ എന്ന് പറയും. അത് അവരിഷ്ടം പോലെ പറഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അങ്ങനെ 35,000 രൂപയുടെ ബ്രോഷർ അടിച്ചു കോളേജിന്. അത്രയും പൈസ ഞങ്ങൾക്ക് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സഹോദരി എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പം അവർ സാധുവായ സ്ത്രീ, അവർ $200 തന്നു. അത് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു കൂട്ടുകാരൻ്റെ സഭയിൽ എന്നെ അവൻ വിളിച്ചു. മലബാറുകാരനൊരു പാസ്റ്ററാണ്. ചുരുക്കം എൻ്റെ വണ്ടിക്കൂലിയൊക്കെ ദൈവം അത്ഭുതമായിട്ട് 2 ദിവസം മീറ്റിംഗ് കൊണ്ട് സാധിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്കൊരു വലിയ അനുഗ്രഹമായത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നഷ്ടങ്ങളുടെ മധ്യത്തിൽ, എൻ്റെ നിരാശയുടെ മധ്യത്തിൽ എനിക്കൊരു വലിയ അനുഗ്രഹമായത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഞാൻ പറഞ്ഞ ഓഞ്ഞിൽ എന്ന AG സഭ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആനപ്പാറ കണ്ടി എന്ന് പറഞ്ഞു. എനിക്കൊന്നും ഒരു 85 കൊല്ലം പഴക്കമുള്ള സഭയാണ്. തുടക്കത്തിൽ മിഷണന്മാർ സ്ഥാപിച്ച കോഴിക്കോട് കുറ്റ്യാടി അടുത്തുള്ള അസംസ്കൊണ്ട് പഴയ സഭ. ആ സഭയിൽ അപ്പച്ചൻ പാസ്റ്ററായിരുന്നു. പിന്നെ ഞാൻ അവിടെ പാസ്റ്ററായിരുന്നു കുറച്ചാൾ. അതായി ഞാൻ പറയാൻ വന്നത്, എൻ്റെ കുഞ്ഞുനാളിൽ ഞാനിവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ 3 പ്രാവശ്യം അവിടെ ശുശ്രൂഷിച്ചതാണ്. ആ സമയത്ത് ഞാനീ പറഞ്ഞ പോലെ മാതാക്കൾ, സാധുക്കൾ, പഠിപ്പില്ലാത്തവര്, പള്ളിക്കൂടത്തിൽ പോകാത്തവർ, ബൈബിൾ കൊണ്ടുവരാത്തവർ, പിണക്കം കൊണ്ടല്ല, വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവരാതെ കൈവീശിക്ക് പോരും. പക്ഷെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവര്, ആത്മാവിൽ നിറവുള്ളവര്, ആ നിറവൊക്കെ നഷ്ടപ്പെട്ടു ദൈവസഭയ്ക്ക്. ആമേ. ആ അഭിഷേക കരുത്തുള്ള പഠിപ്പില്ലാത്ത പരമസാധുക്കളായ കൂലിപ്പണിക്കാരായ ഞങ്ങളുടെ കൂരാച്ചുണ്ട് ഓഞ്ഞിൽ ഭാഗത്തെ പാവപ്പെട്ട അമ്മമാര് എൻ്റെ കുഞ്ഞുനാളിൽ അന്യഭാഷ പറഞ്ഞതിൽ കുറേ വാക്കുകൾ എനിക്ക് മനപ്പാടായി പോയി അറിയാതെ. സംഭവിച്ചു കേൾക്കണോ? ഞാൻ ഈ മീറ്റിങ്ങിന് പോയില്ലേ സ്പ്രിംഗ്ഫീൽഡിൽ. അവിടെ ചെന്നപ്പോൾ അത് അസംസ്കോഡിൽ നമുക്ക് പാലിക്കേണ്ട ഒരു കാര്യം ഉൾപ്പെട്ട രാജ പാസ്റ്ററെ, ആ കോൺഫറൻസിൽ ഒറ്റ ലീഡറും പ്രസംഗിച്ചില്ല. ഡോക്ടർ ജോർജ് വുഡ് കേട്ടിട്ടുണ്ടല്ലോ, പഴയ നമ്മുടെ സൂപ്രണ്ടൻഡന്റ്, അദ്ദേഹം പ്രസംഗിച്ചില്ല. അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രസംഗിച്ചില്ല. സെക്രട്ടറി പ്രസംഗിച്ചില്ല. ചെറുപ്പക്കാർ മാത്രം പ്രസംഗിച്ചു. ചുമ്മാ ചെറുപ്പമായതുകൊണ്ടല്ല, അഭിഷിക്തന്മാർ പ്രസംഗിച്ചു. വെളിപ്പാടുള്ളവർ മാത്രം പ്രസംഗിച്ചു. അവരെ കൊണ്ട് മാത്രം ലീഡേഴ്സ് പ്രസംഗിച്ചു. എൻ്റെ കണ്ണു നനയിച്ച കാഴ്ച, ഒരു ചെറുപ്പക്കാരൻ, ഷിക്കാഗോയിലെ ഒരു ചെറുപ്പക്കാരൻ ഓൾട്ടർ കോൾ ചെയ്തപ്പോൾ പ്രാർത്ഥനയ്ക്ക് ജോർജ് വുഡ് അടക്കമുള്ള ചെന്ന് മുട്ടുമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവർ തലയിൽ കൈവച്ചത് അവരുടെ ഒരു ജൂനിയർ ശുശ്രൂഷകനാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അത് ആത്മാവ് ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ തടയാൻ പറ്റത്തില്ല. പ്രസ്ഥാനവും നേതാവും നിയമങ്ങളും മാറി നിൽക്കും. അവ തകർന്നു പോകും. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. അത് കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ണും നിറച്ച് നിൽക്കുവാണ് ആ കാഴ്ച കണ്ടിട്ട്. എന്നിട്ട് അവർ മിക്കവരും പ്രസംഗിച്ച സ്പാനിഷ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലുള്ള ചെറുപ്പക്കാരും, അവർക്കൊക്കെ സഭകൾ 10,000-20,000 പേരുള്ളതാണ്. ആ യുവാക്കളെല്ലാം സ്പാനിഷിൽ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് അത്ര അങ്ങോട്ട് വശമില്ല. ഇംഗ്ലീഷിലേക്ക് വേറൊരാള് തർജ്ജമ, നമ്മളിവിടെ സായിപ്പിന് ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നെ അത്ഭുതപ്പെട്ട് കേൾക്കണോ? എന്നെ കരയിപ്പിച്ച കാര്യം കേൾക്കണോ? അവർ പ്രസംഗിച്ച മിക്ക പ്രസംഗത്തിലും കൊച്ചുനാളിൽ എൻ്റെ അമ്മമാർ പറഞ്ഞ വാക്കുകൾ അതേപോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ കണ്ണ് നിറച്ചു, എൻ്റെ ഉള്ളം ത്രസിച്ചു. പ്രിയരെ, ഞാൻ കൊച്ചുനാളിൽ അവഗണിച്ചതും ഏതാണ്ട് പറയുകയാണെന്ന് പറഞ്ഞതുമായ വാക്കുകൾ നിലവിലിരിക്കുന്ന ലോകത്തിലെ ഒരു ലീഡിങ് ലാംഗ്വേജ് ആയിരുന്നുവെന്ന് ആത്മാവിൽ കണ്ടപ്പോ ഞാൻ തകർന്ന് കർത്താവിന് മഹത്വം കരയട്ടെ. അമ്മമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ പ്രാപിച്ച ആത്മാവ് ഒരു മതിഭ്രമമല്ല, ഒരു ഹലൂസിനേഷൻ അല്ല, ചുമ്മാ ഒരു വികാരത്തിളപ്പല്ല, ഒരു സെൻസേഷൻ അല്ല. ആമേൻ. കർത്താവ് തന്റെ ആത്മാവിന് നിന്റെ ആദരത്തെ നിറച്ച് അന്യഭാഷയിൽ നിന്നെ ജ്വലിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് രാവിലെ. ശക്തമായി ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഇന്ന് രാവിലെ നമ്മുടെ അകത്ത് ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. ഞാൻ വാക്കുകളെ നിർത്തിയേ പറ്റൂ സ്നേഹിതരെ. ഞാൻ 3 പോയിന്റ് പറഞ്ഞു, 2 ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്നെ സ്വാധീനിച്ച ഒരു സംഗതി, വിൽഫ്രഡ് രാജ് പാസ്റ്ററെ, ഞാൻ മൂന്നാർ എന്ന സ്ഥലത്തെ, ബഥേൽ
ആശ്രം എന്ന ഒരു മിഷണറി പ്രസ്ഥാനത്തിൻ്റെ വൺ ഡേ മീറ്റിങ്ങിന് ആനിവേഴ്സറിക്ക് പോയി. ഞാൻ പ്രസംഗം തമിഴ്നാട്ടുകാർ, അവിടെ തമിഴിൽ ഒത്തിരി ഉണ്ട്, മൂന്നാറിലെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഒരു മലയാളം പ്രസംഗം, പിന്നെ ഒരു തമിഴ് പ്രസംഗം, ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം, ഒരു തമിഴ്, 4 പ്രസംഗം, 2 പേര്, ഈ 2 സെഷൻ. ശങ്കർ എന്ന് പേരുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ന്യൂലി അപ്പോയിന്റഡ്, ഒരു ചെറുപ്പക്കാരൻ, അങ്ങേരാണ് തേനി എന്ന സ്ഥലത്തു നിന്ന് ഈ പ്രസംഗത്തിന് വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനപ്പോഴേ അന്നേരം കുറെ സർവീസുള്ള പാസ്റ്ററാണ് ഞാൻ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കുറെ ഞാൻ നിർത്തി ഉറങ്ങി. ഓക്കെ, ഞാൻ എഴുന്നേൽക്കുമ്പോഴും ശങ്കർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷ. ഞാനെന്ന പഴയ ഉപദേശിയെ ഒന്നുകൂടെ നന്നാക്കിയത് ആ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ബാത്റൂം, അവിടെ എസ്റ്റേറ്റിന്റെ ഗസ്റ്റ് റൂമാണ്, അവിടെ വിശാലമായ ബാത്റൂം ഉണ്ട്, അവിടെ ടോയ്ലറ്റ്സ് അകത്താണ്, അത് സിംഗിൾ മുറികളാണെങ്കിൽ ആദ്യം കഥ തുറക്കുമ്പോൾ കയറി നമുക്ക് 2 വാഷ് ബേസിനുണ്ട്. അപ്പൊ അവിടെ ആർക്കും നിന്ന് മുഖം കഴുകുകയോ ഒക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ ഇയാൾ അകത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറന്നതിന് കാരണം എല്ലാവരും 2 പേർക്ക് കയറാവുന്ന സ്ഥലമായതുകൊണ്ട്. ചെല്ലുമ്പോൾ പുള്ളി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യമായ ബ്ലേഡ് അല്ല, അതിനോട് നന്നായി, മറ്റേ കൂട്ടായിരുന്നു. പുള്ളി അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഷേവ് ചെയ്യാൻ ചെയ്തു. എനിക്ക് ഒട്ടും ചിരി വന്നില്ല. എൻ്റെ ആത്മാവിലൊരു ദൈവിക സന്ദേശമായി ഞാൻ ഏറ്റെടുത്തു. ഒട്ടും സമയമില്ലെന്ന് എനിക്ക് കളയാൻ. അമ്മേ, ആത്മ നിറവിൽ ത്രസിക്കുന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ ആ പേഴ്സണൽ കർമ്മത്തിന്റെ മധ്യത്തിലും അന്യഭാഷ പറഞ്ഞു കേട്ട് ഞാൻ ആത്മാവിൽ ഒന്നുകൂടി സമർപ്പിച്ചു. അഭിഷേകം പ്രാപിക്കാത്ത, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്തവര് ഒരു തരിമ്പ് പോലും വിമർശിക്കാൻ ഈ വേദി ഉപയോഗിക്കാതെ. ഇവിടെ ആരോ എബനേസറിന്റെ മകന്റെ കാര്യം പറഞ്ഞ പോലെ, സിസ്റ്റർ പറഞ്ഞതുപോലെ, ഒത്തിരി കരഞ്ഞു പ്രാപിച്ച ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് മക്കളെ എല്ലാം പാസ് വിൽപ്പനൊക്കെ ഈസിയാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈസി അല്ലായിരുന്നു. മക്കളെ, നിങ്ങളെപ്പോലെ 15-ാമത്തെ വയസ്സിൽ ആത്മശാനത്തിന് നാണം കെട്ട് കരഞ്ഞ ആളാ ഞാന്. പുല്ലൂര് വന്നു, പഠിക്കാൻ വന്നു, ദൈവവിളി ഇല്ലെന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ പെട്ടി പാക്കിയത് ആളാ ഞാന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 6:30 മണിക്കുള്ള ഗുരുവായൂർ ഫാസ്റ്റിൽ തൃശ്ശൂർ ഇറങ്ങി കോഴിക്കോട്ടേക്ക് വണ്ടി പിടിച്ച് പോകാൻ ഇരുന്നയാളാണ് ഞാനും എൻ്റെ 2 കൂട്ടുകാരും മലബാറുകാര് ആ രാത്രി മുഴുവൻ കരഞ്ഞു. ആരും കൈവച്ച് പ്രാർത്ഥിക്കേണ്ട, കർത്താവ് സൗകര്യോടെ നേരിട്ട് തന്നാ മതി എന്ന ഒരു നിർബന്ധത്തിന് കാറിക്കൂകി കണ്ണീരും തുടച്ച് ഇച്ചിരി മയങ്ങി ഉറങ്ങിയും രാവിലെ വരെ ഇരുന്നപ്പോ ഒരു 5:30 മണി ആയി കാണും. കർത്താവ് കരുണ കാണിച്ച് ഞങ്ങളുടെ മേൽ കരം വെച്ച് അഭിഷേകത്താൽ നിറച്ച് ആത്മാവിൽ ജ്വലിച്ച് ഞങ്ങൾ മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചു. ആമേൻ. ഞാൻ പലർക്കു വേണ്ടി പറയുന്നു, 21 ഡേയ്സ് ഉപവസിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ലഭിക്കാത്ത നിരാശ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു. ആവശ്യബോധം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു. അവൻ നിന്റെ ഈ ആയുസിൽ പ്രാപിക്കാവുന്ന ഏറ്റവും മികച്ചത് ഉദ്യോഗമല്ല, ശമ്പളം അല്ല, വീടല്ല, വണ്ടി അല്ല, പ്രതാപമല്ല, സ്ഥാനമല്ല, അഭിഷേകമാണ്, 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 ആത്മനിറവാണ്, അന്യഭാഷയാണ്, ദൈവശക്തിയാണ്, ദൈവശക്തിയാണ്, ദൈവശക്തിയാണ്. അത് പ്രാപിക്കാൻ, അത് പ്രാപിക്കാൻ, അത് പ്രാപിക്കാൻ, അത് പ്രാപിക്കാൻ ഒരു നിയോഗം ദൈവം നൽകട്ടെ, ഒരു നിയോഗം ദൈവം നൽകട്ടെ.